നമസ്കാരം ബിജ. അപ്പം എർട്ടിക ഇത്രയും വർഷം യൂസ് ചെയ്തതിനു ശേഷമുള്ള യൂസർ എക്സ്പീരിയൻസ് ആണ്. എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട് ബിജ? വണ്ടിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഉപയോഗിച്ചതിൽ വളരെ നല്ലൊരു വണ്ടിയായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അംബാസഡർ തൊട്ട് എല്ലാ വണ്ടികളും ഉപയോഗിച്ചിട്ടുണ്ട്. മേളോട്ട് നേരത്തെ ടാക്സി വാഹനങ്ങളായിരുന്നു, ലാസ്റ്റിൽ ഒരു സൈലോ ആയിരുന്നു. അത് കൊടുത്തിട്ടാണ് ഇപ്പം ഈ വണ്ടി എടുത്തത്. മറ്റുള്ള വണ്ടികളെല്ലാം അപേക്ഷിച്ച് യാത്രാസുഖമുണ്ട്. മൈലേജിന്റെ കാര്യത്തിലും മുമ്പൻ തന്നെയാണ്. ഇന്നോവയെക്കാട്ടിലും നല്ല മൈലേജാണ്. ഇന്നോവയിലുള്ളതിനെക്കാട്ടിൽ ലഗേജ് സ്പേസ് ബൈക്കിൽ കൂടുതലുണ്ട്. പുള്ളിങ്ങിന്റെ കാര്യത്തിലും പഴയ എർട്ടിഗയെക്കാട്ടിൽ മുൻപിൽ നിൽക്കുന്നവനാണ് ഈ വണ്ടി. ബൈക്കിലത്തെ സീറ്റിൽ 3 പേർക്ക് സുഖമായിട്ട് ലെഗ് സ്പേസ് ഉൾപ്പെടെ ഇരിക്കാനായിട്ട് സാധിക്കും. ഇടയ്ക്കും അതുപോലെ ഇരിക്കാം. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് പറ്റിയ ഏറ്റവും നല്ലൊരു ഇന്നോവ തന്നെയാണ് എർട്ടിഗ എന്ന് പറഞ്ഞാൽ തന്നെ. നമ്മുടെ സാധാ റോഡിൽ തന്നെ ഒരു ആവറേജ് 15 മൈലേജ് കിട്ടുന്നുണ്ട് എനിക്ക്. എയർപോർട്ടൊക്കെ പോവുകയാണെങ്കിൽ 20 മേളിൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടി ഓടിക്കുന്ന ഒരു മെത്തേഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതാണ് നമ്മളെ മൈലേജിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വണ്ടി കാല് കൊടുത്ത് വെച്ച് ചവിട്ടി പിടിച്ചു പോയാൽ ചിലപ്പോൾ മൈലേജ് 10 താഴെയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെങ്കിൽ നമ്മൾ ആ ഒരു മട്ടത്തിന് വണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 17 ആവറേജ് മൈലേജ് കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. വണ്ടി മൊത്തത്തിൽ തന്നെ വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ഒരു സാധാരണക്കാരന് പറ്റിയ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർട്ടിഗയാണെന്ന് തന്നെ ഞാൻ പറയുകയാണ്. നിങ്ങളൊരു എർട്ടിഗ എടുത്ത് ഉപയോഗിച്ച് നോക്കുമ്പോഴാണ് എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ ഒരു കസിനാണ് ബിജാന്, പിന്നെ അതുകൊണ്ടൊക്കെ പറഞ്ഞേക്കാം. അപ്പം ബിജാന എൻ്റെ ചെറുപ്പത്തില് ഞാനൊരു കുഞ്ഞുനാൾ തൊട്ട് ഞാൻ ബിജാനെ കാണാൻ തുടങ്ങിയതാ. അപ്പൊ അന്ന് തൊട്ട് ബിജാന് വലിയ വണ്ടികൾ ടാക്സി ആയിട്ടൊക്കെ ഒരുപാട് ഏതൊക്കെ വണ്ടി ബിജാൻ ഓടിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്ത്? ഞാൻ ജീപ്പ് ഓട്ടുണ്ടായിരുന്നു. ജീപ്പ് ഓട്ടുണ്ട്. എന്റെ ചെറുപ്പം മുതലേ ബിജാന് വണ്ടികൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം ബിജാനാണെങ്കിൽ ഇപ്പൊ എനിക്കിപ്പോ 41 വയസ്സായി. ബിജാൻ ഇപ്പം 50 വയസ്സായി. അപ്പം ആ ഒരു പ്രായം വെച്ച് അന്ന് തൊട്ട് ബിജാൻ വണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പം ബിജാന് എല്ലാ തരം വണ്ടികളും യൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ വണ്ടി ഓടിച്ചിട്ടുള്ളതിൽ വെച്ച് ഈ മാരുതിയുടെ വണ്ടിയെ പറ്റി ബിജാന്റെ കാഴ്ചപ്പാട് എന്നോട് ഒന്ന് പറയണം. മാരുതിയുടെ വണ്ടിയിൽ എൻ്റെ അഭിപ്രായത്തിൽ എർട്ടിഗ തന്നെയാണ് ഏറ്റവും കൂടുതൽ മൈലേജ് ഉള്ള വണ്ടിയും യാത്രാസുഖമുള്ള വണ്ടി എന്ന് ഞാൻ പറയുന്നു. നമ്മൾ അതിന്റെ പ്രത്യേകത അറിയുകയാണെങ്കിൽ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു 10 വണ്ടി പോകുന്നതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 3 വണ്ടിയെങ്കിലും ഒരു എർട്ടിഗ ആയിരിക്കും. എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എയർപോർട്ടിൽ കാണുന്ന ഏത് വണ്ടി നോക്കിയാലും എർട്ടിഗ തന്നെയായിരിക്കും എയർപോർട്ടിലുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ മാരുതിയുടെ എർട്ടിഗ തന്നെയാണ് നമ്പർ 1 എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു നല്ലൊരു ഫാമിലിക്ക് ഒരു 7 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് എർട്ടിഗ. അതുകൊണ്ട് എർട്ടിഗ തന്നെ സാധാരണപ്പെട്ട ഒരു മനുഷ്യന്, സാധാരണക്കാരന്റെ ഇന്നോവ എന്ന് പറയുന്ന വണ്ടി ആ അനുസരിച്ചുള്ള വിലയേ ഉള്ളൂ. പിന്നെ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു 13 രൂപയോളമായിരുന്നു. ഇപ്പൊ 2025 ഇപ്പൊ GST ചെറിയ വ്യത്യാസം അനുസരിച്ച് ഇപ്പോഴും ഏകദേശം ആ റേറ്റ് തന്നെ കിട്ടുമായിരിക്കും. പിന്നെ വണ്ടി GST ചെറിയ വ്യത്യാസമുണ്ട്. GSTയുടെ വ്യത്യാസം വരും. പിന്നെ ഇത് വണ്ടി ഓട്ടോമാറ്റിക് ആണ്, മാനുവൽ അല്ല. ഓട്ടോമാറ്റിക്കിന് വില കൂടുതലുണ്ട്, മാനുവലിന് ഇതിനെക്കാട്ടി കുറച്ചുകൂടെ വില കുറവുണ്ട്. അന്ന് എടുത്തപ്പോ 13 രൂപയോളമായിരുന്നു. ബേസ് മോഡല് ഒരു 8 രൂപ തൊട്ട് കിട്ടും. 8 രൂപ തൊട്ട് കിട്ടും. ഇതിനകത്ത് AC ഒക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? AC മാനുവലാണ്. ഇത് VI ആണ്. അടുത്ത ഏറ്റവും കൂടിയ പേരിന് മാത്രമേ ഓട്ടോമാറ്റിക് ഉള്ളൂ. എന്നാലും നല്ല കൂളിങ്ങും കാര്യങ്ങളും ഉണ്ട്. ബാക്ക് റോയിലും ഒക്കെ AC വെന്റ് ഉണ്ട്. കുഴപ്പങ്ങളൊന്നും. ലോങ് പോകുമ്പോൾ നമുക്ക് ആവറേജ് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? ലോങ് പോകുമ്പോൾ ആവറേജ് 20 മേളിൽ കിട്ടുന്നുണ്ട്. ബാഗിലൊക്കെ ലഗേജ് വെക്കാൻ സൗകര്യം ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് ബൈക്കിൽ. ഒരു സാധാ മറ്റുള്ള ഏത് വണ്ടിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിലും അതിൽ എല്ലാം ഏറ്റവും കൂടുതൽ ലഗേജ് എർട്ടിഗയിൽ തന്നെയാണ്. ഒരു കാരിയർ ഇല്ലാതെ തന്നെ എർട്ടിഗയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ലഗേജ് കയറ്റാനായിട്ട് സാധിക്കും. ഇപ്പൊ പുതുതായിട്ട് എടുക്കുന്ന നമ്മുടെ പേർഷ്യയോട് എന്നാണ് പറയാനുള്ളത് ബിജാന്? പുതിയതായിട്ട് എടുക്കുന്ന പേർഷ്യയോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങള് വലിയ പൈസ ഇല്ലാതെ സാധാരണപ്പെട്ട ആൾക്കാരാണെങ്കിൽ വണ്ടി നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 7 പേരുള്ള ഒരു ഫാമിലിക്ക് ആണെങ്കിൽ എന്തുകൊണ്ടും
എർട്ടിഗ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതാണെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. വിലയുടെ കാര്യത്തിലും മൈലേജിന്റെ കാര്യത്തിലും മറ്റുള്ള വണ്ടിയെ അപേക്ഷിച്ച് ഏറ്റവും സുഖപ്രദവും സൗകര്യപ്രദമായ ഒരു വണ്ടിയാണ് എർട്ടിഗ എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. മെയിൻ്റനൻസ് തീരെ കുറവാണ്. 10,000 നമ്മുടെ കമ്പനി സർവീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മെയിൻ്റനൻസ് 2 വർഷം കൊണ്ട് എനിക്ക് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ഇപ്പോൾ ഒരു 2 വർഷത്തിനിടയിൽ ഒരു 20,000 രൂപ ആയി കാണുമായിരിക്കും 2 വർഷം കൊണ്ട്. ഓയിലും മാറുന്നതും ഉൾപ്പെടെയുള്ള എല്ലാം കൊണ്ട്. ഓക്കെ ബിജ പറഞ്ഞു ബിജ, ഫൈനലായിട്ട് ഈ വണ്ടി എടുക്കാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രേക്ഷകരുണ്ടല്ലോ, അവരോട് എന്നാ പറയാനുള്ളേ? ഈ വണ്ടി എടുക്കാനുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മൈലേജ് ആണ് ഏറ്റവും പ്രധാനം. പിന്നെ വണ്ടിക്കകത്തെ സ്പേസ്, ലഗേജ് ഇഷ്ടം പോലെ കയറും. പിന്നെ 7 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. സാധാരണ വണ്ടിയെ ഒക്കെ അപേക്ഷിച്ച് നല്ല ഓവർടേക്ക് ഒക്കെ ചെയ്യാൻ ഓട്ടോമാറ്റിക് ആണ്, എന്നാലും നല്ല പുള്ളിങ്ങും മൈലേജും ഉണ്ട്. ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണല്ലോ. അതെ, ലേഡീസിനും ഒക്കെ ഓടിക്കാൻ വളരെ കംഫർട്ട് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് എർട്ടിഗ. ഒതുക്കമുണ്ട്, എല്ലാം കൊണ്ടും നല്ല ഒരു വണ്ടി തന്നെയാണ് എർട്ടിഗ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നു, പുതിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, അതായത് ചെറിയ വണ്ടിയല്ല, ഇപ്പൊ GST ഒരു വ്യത്യാസം വന്നപ്പോ വ്യത്യാസം ഏകദേശം 1 ലക്ഷം രൂപ അടുത്തോട്ട് കുറയുന്നുണ്ട്. 12 ലക്ഷം രൂപയ്ക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി എടുക്കാനേ പറയത്തുള്ളൂ അല്ലേ? അത്ര എടുക്കാനേ പറയത്തുള്ളൂ. എടുക്കണ്ടെങ്കിൽ ഞാൻ എടുക്കണം തീർത്തു പറഞ്ഞേനെ. ഈ മെയിൻ്റനൻസിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ മെയിൻ്റനൻസ് വളരെ കുറവാണ്. മാരുതിയുടെ വണ്ടി. അതെ, മാരുതിയുടെ വണ്ടി സോപ്പ് പെട്ടിയാണെന്നും അതൊക്കെ ആൾക്കാർ എല്ലാത്തിനെ പറ്റി ഓരോ അഭിപ്രായങ്ങൾ പറയും. അത് നോക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും എടുക്കുക. ഓക്കെ, എടുക്കുക. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ വിജ. ഓക്കെ.